കഴിഞ്ഞ ദിവസം ചില ആരാധകരുടെ വാക്കുകൾ തന്റെ ഇഷ്ടനടനുമായി ബന്ധപ്പെട്ട് പുറത്തു വരികയുണ്ടായി. മോഹൻലാലിന്റെ കടുത്ത ആരാധകർ എന്ന് നമ്മൾ പറയുമ്പോൾ അതിലും ഗംഭീര ആരാധകർ സിനിമാ മേഖലയിൽ തന്നെയുണ്ട്. അതിൽ തന്നെ മോഹൻലാലിനോട് ഏറ്റവും കൂടുതൽ ആരാധനയുള്ള താരങ്ങളെക്കുറിച്ച് എടുത്തു പറയുകയായിരുന്നു അവർ. ഇന്നേ ദിവസം അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അവരുടെ മുന്നിലെത്തിയപ്പോൾ അത് അവർ വൈറലാക്കുകയും ചെയ്തു സോഷ്യൽ മീഡിയ. സെലിബ്രിറ്റി ഫാൻസ് അനേകം ഉള്ളത് ലാലേട്ടനാണെങ്കിലും അതിൽ ഏറ്റവും ഡൈഹാർഡ് ഫാൻസ് എന്ന് തോന്നിയിട്ടുള്ളത് ഇവർ 3 പേരാണ്. ഒരാൾ വിജയ് സേതുപതിയാണ്. തന്മാത്ര, ഭ്രമരം സിനിമകളെക്കുറിച്ച് അതിലെ പെർഫോമൻസിനെ കുറിച്ചും സേതുപതി പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ വലിയൊരു ഫീലാണ് നമുക്കുണ്ടാകുന്നത്. ആ ക്യാരക്ടറിനെ മാത്രം ഡീറ്റെയിൽ ആക്കി സ്റ്റഡി ചെയ്ത് അയാളുടെ അഭിപ്രായം പലവട്ടം പറഞ്ഞിട്ടുണ്ട്. അയാളുടെ ഓഫീസിൽ ഇന്ന് ഫ്രെയിം ചെയ്ത് വെച്ച ഫോട്ടോഗ്രാഫ് ഒരാളുടെ മാത്രമേ ഉള്ളൂ, സാക്ഷാൽ മലയാളത്തിന്റെ മോഹൻലാലിന്റെ. അടുത്തിടെ വിജയ് സേതുപതി ഈ കാര്യങ്ങൾ കൂടി പറഞ്ഞപ്പോൾ അത് അടിവരയിട്ട് ഉറപ്പിക്കായിരുന്നു പ്രേക്ഷകരും. മറ്റൊരാൾ പൃഥ്വിരാജാണ്. പണ്ടും ഇതേ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ഫേവറേറ്റ് ആക്ടർ മോഹൻലാൽ ആണെന്ന്. ഇന്ന് സിനിമകൾ എടുക്കുന്നത് തന്നെ മോഹൻലാലിനെ വെച്ച് പടം ചെയ്യാൻ എന്ന് തോന്നും. അവർ തമ്മിലുള്ള ആത്മബന്ധം വേറെ ലെവലാണ്. കരിയറിൽ ഒരു 10 വർഷത്തിനുള്ളിൽ 4 മോഹൻലാൽ സിനിമകൾ ചെയ്തിരിക്കും. 2 കഴിഞ്ഞു. ഒരു കംബാക്ക് വേണ്ടപ്പോൾ ഇൻഡസ്ട്രി തന്നെ ഞെട്ടിപ്പോയ കംബാക്ക് ഫാൻ ബോയ് മൂവീസിലെ ജമ്മ് നൽകിയവൻ എന്നൊക്കെയാണ് ആരാധകരുടെ വാക്കുകൾ. കൂടാതെ മറ്റൊരു താരം കൂടിയുണ്ട് മോഹൻലാലിനെ ഗംഭീരമായി ആരാധിക്കുന്ന ഒരാൾ. അത് തമിഴകത്തു നിന്നും ധനുഷാണ്. ധനുഷ് പറഞ്ഞ വാക്കുകളാണ് അവർ ആവർത്തിച്ച് പറഞ്ഞത്. ഉലകളവിൽ 10 നടന്മാർ ഇരുന്നാൽ നിശ്ചയമായും ഇന്ത്യയിൽ നിന്ന് പോക വേണ്ടിയ ആൾ അതാണ് മോഹൻലാൽ എന്നായിരുന്നു ധനുഷിന്റെ വാക്കുകൾ. ഇത്രയ്ക്ക് കിടിലൻ വാക്കുകളിൽ മോഹൻലാലിനെ വർണ്ണിക്കുന്നത് കണ്ടിട്ടില്ല വേറെ ആരും. ധനുഷ് പല അവസരത്തിലും മോഹൻലാലിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള വാക്കുകൾ എടുത്താൽ മനസ്സിലാകും അദ്ദേഹം മോഹൻലാലിനെ എത്രമാത്രം ആരാധിക്കുന്നുണ്ട് എന്നത്. ഒരു ട്രൂ ഫാൻ ബോയ് തന്നെയാണ് ധനുഷും. ഈ കാര്യങ്ങളെ കുറിച്ച് എടുത്തു പറയുമ്പോഴാണ് കഴിഞ്ഞ ദിവസം അവരുടെ മുന്നിലേക്ക് എത്തിയ ഏറ്റവും പുതിയ സിനിമയിലെ ചില കാര്യങ്ങൾ അവർ നോക്കിക്കാണുന്നത്. ഗുരുവായൂർ അമ്പലനടയിൽ എന്ന ചിത്രം കഴിഞ്ഞ ദിവസം OTT പ്രീമിയർ നടന്നു. അതിനുശേഷം ആ ചിത്രത്തിൽ തന്നെയുണ്ട് ഗംഭീര മോഹൻലാൽ റെഫറൻസുകൾ. അത് പൃഥ്വിരാജ് ആവട്ടെ ബേസിലാകട്ടെ എല്ലാവരും നടന്ന് റെഫറൻസുകൾ കൊടുക്കുകയായിരുന്നു. ആ റെഫറൻസ് സീനുകൾ പങ്കുവെച്ചുകൊണ്ട് അവർ തന്നെ എത്തി ഇതിൽ കൂടുതൽ എന്ത് വേണമെന്ന്.